வேதாட்சகம் அவர்களே, கோவைமணி அவர்களே, ஏமோகன் அவர்களே, பெரியோர்களே, என்னை மன்னிச்சிடுங்கோ. എന്നാലേ തമിഴിലെ പേശ മുടിയാതെ. ഞാൻ മലയാളത്തിൽ സംസാരിക്കാൻ പോവുകയാണ്. അത് തീർച്ചയായിട്ടും ഔചിത്യപൂർണമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മുടെ രണ്ട് ഭാഷകൾ തമ്മിൽ അത്ര വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നാണ് എൻ്റെ തോന്നൽ. എൻ്റെ ഉമ്മ 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അവർക്ക് കാര്യമായ വായനയൊന്നുമില്ല. അപ്പോൾ പേരക്കുട്ടികൾ വല്ലതൊക്കെ കൊഞ്ചി പറഞ്ഞ് മനസ്സിലാവാഞ്ഞാൽ അവർ പറയും, നിൻ്റെ തമിഴൊന്നും എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ കുട്ടികൾ തിരിയാത്ത മട്ടിൽ കൊഞ്ചി പറഞ്ഞാൽ മലയാളികൾക്ക് തമിഴാണെന്ന് തോന്നും. നമ്മൾ അത്ര അടുപ്പമുള്ള കൂട്ടരാണ്. അപ്പോൾ അവിടെ ഒരു തർക്കമുള്ളത് തമിഴിൻ്റെ പുത്രിയാണോ തമിഴിൻ്റെ അനിയത്തിയാണോ മലയാളം എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങളൊക്കെ എത്തിയൊരു നിലപാട് കാൽഡ്വെല്ലിൻ്റെ നിലപാടാണ്. അത് തമിഴിനും മലയാളത്തിനും ഒരു സമാന ഭൂതകാലമുണ്ട് എന്നുള്ളതാണ്. അത് AR രാജരാജവർമ്മ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കേരള പാണ്ഡിത്യത്തിൽ അത് സ്ഥാപിച്ചിട്ടും ഉണ്ട്. അപ്പോൾ ഞാനിവിടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ വിചാരിക്കും ഇവിടെ അവാർഡ് നേടി ബഹുമാനിതനാകുന്നത് നമ്മുടെ ഗവേഷകൻ കോവൈമണിയാണ്. എൻ്റെ കണക്കിന് അവാർഡ് എനിക്കാണ്. അതിൻ്റെ മാലയും അതിൻ്റെ സർട്ടിഫിക്കറ്റും അതിൻ്റെ ദ്രവ്യവും ഒക്കെ കോവൈമണിക്കാണെങ്കിലും അതിൻ്റെ ബഹുമാനം എനിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിലൂടെ ജയമോഹൻ വലിയ ഒരു പുരസ്കാരമാണ് എനിക്ക് തന്നത്. നിങ്ങൾക്കറിയുന്ന മാതിരി ജയമോഹൻ, നമ്മൾ പറയല്ലോ, കരയിലും കടലിലും ഒരുപോലെ ജീവിക്കുന്ന ഉഭയജീവി, ആംഫീബിയൻ. അദ്ദേഹം അങ്ങനെ ഒരു ആംഫീബിയനാണ്. മലയാളികൾക്കിടയിൽ അദ്ദേഹം ഒരു തമിഴനാണ്, തമിഴന്മാർക്കിടയിൽ അദ്ദേഹം ഒരു മലയാളിയാണ്. ഞങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം മലയാളത്തിൻ്റെ ഒരു അംബാസഡറാണ്, ഒരു സ്ഥാനപതിയാണ്. ഞങ്ങളുടെ കവികളെപ്പറ്റി, നോവലിസ്റ്റുകളെപ്പറ്റി, എഴുത്തുകാരെപ്പറ്റി, പത്രക്കാരെ പറ്റിയൊക്കെ നിരന്തരം അദ്ദേഹം സംസാരിക്കുന്നു. പിന്നെ ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയാം. മൈക്ക് ഉള്ളതുകൊണ്ട് രഹസ്യം പറയാൻ വളരെ എളുപ്പമാണ്. എന്നുവെച്ചാൽ ഞങ്ങളുടെ നാട്ടിലെ എഴുത്തുകാർക്കൊന്നും ജയമോഹനെ കണ്ടുകൂടാ. അവിടുത്തെ വായനക്കാർക്ക് അദ്ദേഹത്തെ എത്രമാത്രം ഇഷ്ടമാണോ അത്രമാത്രം എഴുത്തുകാർക്ക് ദേഷ്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സർഗശേഷിയുടെ മുമ്പിൽ ആളുകൾ വല്ലാതെ ചൂളിപ്പോകുന്നുണ്ട്. അവിടെ ഞാനൊരു അതിശയോക്തി പറയുന്നതല്ല. അദ്ദേഹത്തിൻ്റെ 100 സിംഹാസനങ്ങൾ എന്നുള്ള പ്രസിദ്ധമായ മലയാള നോവൽ വന്നതിന് ശേഷം എവിടെയായിരുന്നു നമ്മുടെ ദളിത് സാഹിത്യം എന്നൊരു ചോദ്യം അവിടെ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കറിയുന്ന മാതിരി അപ്രിയം പറയാൻ ഒരു മടിയും ഇല്ലാത്തൊരാളാണ് ജയമോഹൻ. അദ്ദേഹം എപ്പോഴും വിവാദങ്ങൾ, മലയാളത്തിലെ പ്രധാനപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യവസായശാലയുടെ പേരാണ് ജയമോഹൻ. അദ്ദേഹം ഭാഷാഭൂഷണിയിൽ ഞങ്ങളുടെ കവികളെപ്പറ്റി ഒരു സുദീർഘമായ നിരൂപണം എഴുതി. എത്രയോ മാസങ്ങൾ, വർഷങ്ങൾ ആ വിവാദം നീണ്ടു നിന്നു. ഇപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സ് എന്നുള്ള ഒരു സിനിമയെപ്പറ്റി അദ്ദേഹം ഞങ്ങളെ ചീത്ത പറഞ്ഞതിൻ്റെ കോലാഹലം ഇപ്പോഴും അടങ്ങിയിട്ടില്ല. ഫേസ്ബുക്കിലും വാട്സാപ്പിലും യൂട്യൂബിലൊക്കെ ജയമോഹൻ വിരുദ്ധ ഘോഷയാത്രകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്കൊക്കെ അറിയാം അദ്ദേഹം ഞങ്ങളെ ചീത്ത പറയുന്നത് ഞങ്ങളോടുള്ള ഇമ്പം കൊണ്ടാണ്, ഈറ കൊണ്ടല്ല എന്ന്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ കാണുന്നത് ഒരു ആത്മവിശ്വാസത്തിൻ്റെ ആൾരൂപമായിട്ടാണ്. ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. വളരെ മുമ്പ് അദ്ദേഹം ബഷീറിനെ കാണാൻ വന്നു. ബഷീറിനെ നമസ്കരിച്ചു. അപ്പം സാധാരണഗതിയിൽ ബഷീർ ആര് വന്നാലും ആദ്യം പറയുന്നത് ഇരിക്കും. രണ്ടാമത് പറയുന്നത് വല്ലതും കഴിച്ചോന്ന് ചോദിക്കും. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ രീതി. ജയമോഹൻ്റെ മറ്റും അതിലെ കണ്ടപ്പോൾ ധാരാളം ഇതിനു മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത ഒരാളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ബഷീർ ചോദിച്ചു, ആരാ? പതിവില്ലാതെ ചോദിച്ചതാണ്. അപ്പോൾ ജയമോഹൻ പറഞ്ഞു, തമിഴിൽ ഏറ്റവും വലിയ എഴുത്തുകാരനാണ്. അപ്പോൾ ബഷീർ ചോദിച്ചു, എന്താ എഴുതുന്നത്?
ഇതുവരെ ഒന്നും എഴുതിയിട്ടില്ല, എഴുതാൻ പോകുന്നേ ഉള്ളൂ. ഇത്രയും ആത്മവിശ്വാസം അത് വല്ലവരോടും അല്ല, വൈക്കം മുഹമ്മദ് ബഷീറിനോട് പറയാണ്, ഞാൻ തമിഴിലെ ഏറ്റവും വലിയ എഴുത്തുകാരനാണ്. അന്നൊരു അക്ഷരം എഴുതിയിട്ടില്ല. ഒരു കലാകാരന് വേണ്ട ഊറ്റം എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ഇപ്പോൾ എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം പറയാം. എൻ്റെ മൂത്താപ്പയ്ക്ക് ഒരു വലിയ ആനയുണ്ടായിരുന്നു, ഒരുപാട് ആനയുണ്ടായിരുന്നു. അതിൽ ഒരാന ഞങ്ങളുടെ പറമ്പിലാണ് കെട്ടിയിരുന്നത്. എൻ്റെ ബാപ്പയായിരുന്നു എൻ്റെ മേൽനോട്ടം. ബാപ്പ അല്ല വലിയ പണക്കാരനല്ല, അദ്ദേഹത്തിന് അനിയനാണ്. അപ്പോൾ അയ്യപ്പൻ ഈ ആനയുടെ പേര്. ഈ ആനയെപ്പറ്റി ഒരു ലേഖനം എഴുതണം എന്ന് അനവധി കാലം വിചാരിച്ച് നടന്ന് ഞാൻ ഏതാണ്ട് എഴുതാനായ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ പട്ടിയെപ്പറ്റി ഒരു ലേഖനം എഴുതിയത്. നെടുമ്പാതയോരം എന്നുള്ള പുസ്തകത്തിലുണ്ട്. അതോടെ ഞാൻ എഴുത്ത് നിർത്തി. കാരണം ഇതിന് മുമ്പിൽ നാടൻ കാണാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട്. അതാണ് അവിടുത്തെ എഴുത്തുകാരുടെ പ്രശ്നം. ഇദ്ദേഹത്തിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. നോവലായിട്ട്, തിരക്കഥയായിട്ട് അനവധി കാര്യങ്ങൾ. അതൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും, നിങ്ങൾ ബസറയിലേക്ക് കാരക്ക കയറ്റി അയക്കരുത്. എന്താ ബസറ എന്ന് പറഞ്ഞാൽ, ബസറ ഇറാഖിലൊരു തുറമുഖമാണ്. അവിടുന്നാണ് മലബാറിലേക്ക് കാരക്ക വരുന്നത്. അപ്പോൾ ബസറിലേക്ക് അങ്ങോട്ട് കാരക്ക എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴം, ഡേറ്റ്സ് കയറ്റി അയക്കരുത്. എന്ന മാതിരി തമിഴ് സാഹിത്യത്തെ പറ്റി ഇവിടെ തമിഴ്നാട്ടിൽ വന്നിട്ട് ഞാൻ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ അനൗചിത്യമാണ്. അപ്പോൾ ആ തരത്തിൽ അദ്ദേഹത്തെ അവിടെ പരിചയപ്പെടുത്തിയത് എൻ്റെ ദീർഘകാല സുഹൃത്ത് KC നാരായണനാണ് എന്നുള്ളത് എനിക്കൊരു സ്വകാര്യ അഭിമാനമാണ്. പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് കോമൺ സുഹൃത്തുക്കളുണ്ട്, കൽപ്പറ്റ നാരായണന്മാർ, ഒരുപാട് ആളുകൾ. അദ്ദേഹം ഇവിടെ സാഹിത്യരചന മാത്രമല്ല, തമിഴ് വിക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അനവധി കാര്യങ്ങൾ, വിഷ്ണുപുരം പോർട്ടൽ, അങ്ങനെ ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ ധാരാളം എൻ്റെ സുഹൃത്ത് നാരായണൻ പറഞ്ഞ്, KC പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചടങ്ങിന് എന്നെ വിളിച്ചതിന് ഞാൻ ആദ്യമായി ജയമോഹനോടും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടും നന്ദി പറയുന്നു. ഇത് എൻ്റെ ഭാഷയോട് കാണിച്ച ഒരു പരിഗണനയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമുക്കൊരു സമാന ഭൂതകാലം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിലിപ്പോൾ ഒരുപാട് പേരുകൾ ഓർക്കാനുണ്ട്. ഇപ്പോൾ ഇവിടെ ആദ്യം അഭിവാദ്യം ചെയ്യേണ്ടത് പെരിയസ്വാമി, ആരുടെ പേരിലാണോ ഈ അവാർഡ് ഏർപ്പെടുത്തിയത്, അദ്ദേഹത്തിൻ്റെ ഭാഷാ സേവനത്തെ പറ്റിയാണ്. പിന്നെ കോവൈമണി ചെയ്ത കാര്യങ്ങളെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞു കേട്ടതാണ്. അതിലിപ്പോൾ നിങ്ങൾക്കൊക്കെ നല്ലപോലെ അറിയുന്ന തിരുക്കുറളിൻ്റെ പാഠശുദ്ധീകരണം, ടെക്സ്റ്റൽ ക്രിറ്റിസിസം ആണ് അദ്ദേഹം നടത്തുന്നത്. നേരത്തെ സംഭവശാസ്ത്രികളാണ് ഞങ്ങളുടെ ഏറ്റവും പഴയ പുസ്തകം എന്ന് ഞങ്ങൾ പറയുന്ന രാമചരിതം കണ്ടെത്തിയിട്ട് അതിൻ്റെ പാഠശുദ്ധീകരണം നടത്തി പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ ഗോപിനാഥ റാവു ആണ് തിരുവിതാംകൂറിലെ ശാസനങ്ങൾ പ്രസിദ്ധീകരിച്ചത്. എൻ്റെ സുഹൃത്ത് നെതർലാൻഡ്സിലെ ഗോവിന്ദൻകുട്ടിയാണ് കമ്പരാമായണത്തിൻ്റെ വ്യാകരണം എന്നുള്ള പുസ്തകം എഴുതിയത്, ഗ്രാമർ ഓഫ് കമ്പരാമായണം. അപ്പോൾ പഴയ കാലത്ത് നമുക്കൊരു സമാന ഭൂതകാലമുണ്ട്. പിന്നെ ആധുനിക കാലത്തും അനവധി ബന്ധങ്ങൾ തമിഴ് മലയാളമായിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്ന ഒരാളാണ് M. ഗോവിന്ദൻ. ആ ഗോവിന്ദനായിട്ടുള്ള ബന്ധം കൊണ്ടാണ് പിന്നീട് രാമസ്വാമിയൊക്കെ CJ പറ്റി ഒരു നോവൽ എഴുതുന്നു, JJ ഇൻ കുറിപ്പുകൾ, അത് മലയാളമുണ്ട്. ആറ്റൂർ രവിവർമ്മ അദ്ദേഹത്തിൻ്റെ പ്രിയ സുഹൃത്ത്. അങ്ങനെ തമിഴ് മലയാള ബന്ധം എന്ന് പറയുന്നത് പണ്ട് സിനിമയിലും ഒക്കെ ഉണ്ടായതാണ്. ഇപ്പോൾ അത് പ്രധാനമായിട്ടും ഭാഷാ സേവനത്തിലാണ്. മാതൃഭാഷാ സേവനം എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഗാന്ധിയുടെ ഒരു വാക്ക് ഓർമ്മ വരും. അദ്ദേഹം വല്ലാതെ പറഞ്ഞു, അദ്ദേഹം ഒരു വാക്കേ പറഞ്ഞുള്ളൂ, മാതൃഭാഷ എന്നത് മുലപ്പാലാണ് എന്ന് പറഞ്ഞു. ഇനി അതിനപ്പുറത്ത് പറയാനില്ല. ഒരു കവി പറയും പോലെ പറയും, അത് മുലപ്പാലാണ്. അപ്പോൾ കോവൈമണി നടത്തുന്ന പാഠശുദ്ധീകരണം എന്ന് പറയുന്നത് നിരൂപണത്തിലെ ഏറ്റവും ദുരിതം പിടിച്ച ഒരു സാധനമാണ്. അതായത് നമുക്ക് കൈമറിഞ്ഞ് കിട്ടിയ പാഠം അത് താളിയോലയാണ്. ഞങ്ങളവിടെ തുഞ്ചൻ പറമ്പിൽ, ഇവിടുന്ന് ചിലരൊക്കെ അവിടെ വന്നൊരു കണ്ടിട്ടുണ്ടാവും, എഴുത്തച്ഛൻ എഴുതിയിരുന്ന എഴുത്താണി ഇപ്പോഴും അവിടെ ഉണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. രാവിലത്തെ സെഷനിൽ കോയിമണി പലതരത്തിലുള്ള എഴുത്താണികൾ കാണിച്ചിരുന്നു. എഴുത്തച്ഛൻ്റെ എഴുത്താണി അവിടുത്തെ തുഞ്ചൻ ഉത്സവത്തിന് എഴുന്നള്ളിക്കും. അത് ഒരു തൂലികയോട് കാണിക്കാവുന്ന അങ്ങേയറ്റത്തെ ബഹുമാനമാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ആനപ്പുറത്ത് രാജാക്കന്മാരെ എഴുന്നള്ളിക്കും, പിന്നെ ദൈവങ്ങളുടെ ചിത്രങ്ങൾ തടമ്പായിട്ട്
എഴുന്നള്ളിച്ച് കൊണ്ടുവരും. അവിടെ തുഞ്ചൻ പറമ്പിൽ എഴുന്നള്ളിക്കുന്നത് എഴുത്താണിയാണ്. എഴുത്തിനോടുള്ള അങ്ങേയറ്റത്തെ ആദരം കൊണ്ട്. അപ്പോൾ ഒരു കവി ശരിക്കും എഴുതിയത് എന്താണ്, അത് കേട്ടപ്പോൾ പിഴച്ചു, എഴുതിയെടുത്തപ്പോൾ പിഴച്ചു, പകർത്തിയപ്പോൾ പിഴച്ചു, പിന്നെ ചിലർ അവരുടെ കുസൃതി കൊണ്ട് ചില ഭാഗങ്ങൾ വിട്ടുകളഞ്ഞു, ചിലത് കൂട്ടിച്ചേർത്തു. അങ്ങനെ വലിയ പ്രശ്നമാണ്. ഒരു പഴയ ടെക്സ്റ്റ് കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്, വളരെ പ്രശ്നമാണ്. അപ്പം എന്താണ് സംഭവിച്ചത് എന്ന് അറിയാൻ നല്ല ഭാഷാബോധം വേണം, സാഹിത്യബോധം വേണം, ഔചിത്യബോധം വേണം, അങ്ങേയറ്റത്തെ ക്ഷമ വേണം. ഈ താളിയോലയിൽ പണിയെടുക്കുക എന്ന് പറയുന്നത് ചില്ലറ ക്ഷമ ആവശ്യമുള്ള കാര്യമല്ല. അപ്പം അങ്ങനെ എന്താണ് എൻ്റെ സംഭാവന എന്ന് ചോദിച്ചാൽ അതൊരു ചരിത്രാന്വേഷണമാണ്, സത്യാന്വേഷണമാണ്. അത് നമ്മുടെ സംസ്കാരം വീണ്ടെടുക്കാനുള്ള വളരെ ഗംഭീരമായ ഒരു പ്രവർത്തനമാണ്. അതിലാണ് ശ്രീ കോവൈ മണി ഏർപ്പെട്ടിരിക്കുന്നത്. അതിപ്പോൾ തമിഴിന് മാത്രം ബാധകമായ കാര്യമല്ല. അത് ഞാൻ പറഞ്ഞല്ലോ, രാമചരിതം ശ്രീരാമൻ എന്നാണ് ആ കവിയുടെ പേരായിട്ട് ഇപ്പോൾ സങ്കല്പിച്ചിട്ടുള്ളത്. അത് തമിഴാണോ മലയാളമാണോ എന്നുള്ള തർക്കം അവിടെയുണ്ട്. ഇവിടെ അത് തമിഴാണെന്ന് തീർപ്പാക്കിയിട്ടുണ്ടാവും, തിരുവനന്തപുരത്ത് അത് മലയാളമാണെന്ന് തീർപ്പാക്കിയിട്ടുണ്ടാവും. അങ്ങനെയാണല്ലോ നമ്മൾ തീർപ്പാക്കൽ. അപ്പോൾ അത്തരത്തിൽ എൻ്റെ സർവകലാശാലയിൽ, ഞാൻ ജോലി ചെയ്തത് കാലിക്കറ്റ് സർവകലാശാലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പാഠവിമർശകനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം മരിച്ചുപോയി, ഡോക്ടർ എം പുരുഷോത്തം നായർ. അദ്ദേഹമാണ് രാമചരിതത്തിൻ്റെയും തിരുനുഴൽ മാലയുടെയും ഇത്തരം മൂലപാഠം എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് ഇപ്പോൾ എഴുത്തച്ഛൻ എഴുതിയത് തന്നെയാണിത് എന്ന് പറയാൻ പറ്റില്ല. അത് നമ്മൾ പറയുന്നത് ആദിപാഠം എന്ന് പറയും, പിന്നെ ശുദ്ധപാഠം എന്ന് പറയും, മൂലപാഠം എന്ന് പറയും. ഏതായാലും ആ മൂലപാഠത്തോട് ഏറ്റവും അടുത്ത് വരുന്നത് എന്താണ്? അനവധി പകർപ്പുകൾ വെച്ചിട്ടാണ്, 10-40 പകർപ്പുകൾ വെച്ചിട്ട്. ചില്ലറ ക്ഷമ പോരായി. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഭാഗ്യവശാൽ 12,000 താളിയോല ഗ്രന്ഥങ്ങളുള്ള ഒരു ഗ്രന്ഥപ്പുരയുണ്ട്. അത് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പേരിലാണ്, തുഞ്ചൻ സ്മാരക ഗ്രന്ഥപ്പുര എന്നാണ് അതിന് പേര്. കോവൈ മണി അവിടെ വന്നിട്ടില്ലെങ്കിൽ പ്രഥമ സൗകര്യത്തിൽ അവിടെ വരണമെന്ന് ഞാൻ പറയാം. അപ്പോൾ അതിലിപ്പോൾ അവിടെ ആരും വായിക്കാതെ എത്രയോ തമിഴ് കൃതികൾ ഉണ്ടാവാൻ എല്ലാ സാധ്യതയുണ്ട്. കാരണം ഈ പഴയ അക്ഷരങ്ങളിലൊക്കെ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കലർന്ന് കിടപ്പുണ്ടാവും. ആ തരത്തിലുള്ള പാഠശുദ്ധീകരണം വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പണി വിദ്യാർത്ഥികളെ സംസ്കരിക്കുക. ഗാന്ധി പറയും, അധ്യാപകനാണ് പാഠപുസ്തകം, ടീച്ചർ ഈസ് ദ ടെക്സ്റ്റ്. ഭയങ്കര. അപ്പോൾ ശുദ്ധീകരിക്കുക. പലതരത്തിലുള്ള അഴുക്കുകൾ, മാലിന്യം വന്ന് അടിഞ്ഞിട്ട് നമ്മുടെ ഭാഷ, നമ്മുടെ സാഹിത്യം, നമ്മുടെ ഭക്തി, നമ്മുടെ പ്രണയം, നമ്മുടെ വിരഹം, നമ്മുടെ യുദ്ധം, അങ്ങനെ എല്ലാം നമ്മുടെ സംസ്കാരം രേഖപ്പെട്ട് കിടക്കുന്ന അവിടെയാണ്. അപ്പോൾ അതിൻ്റെ പിന്മുറക്കാരായ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണുള്ളത്, അതിലെ സത്യം എവിടെയാണ് എന്ന് കണ്ടെത്തുന്ന പണിയാണ് പാഠവിമർശകർ, ടെക്സ്റ്റൽ ക്രിറ്റിക്സ് ചെയ്യുന്നത്. അത്തരം ഒരു പണി ചെയ്യുന്ന കോവൈ മണിയെ ഞാൻ എല്ലാ ദ്രാവിഡർക്കും വേണ്ടി അഭിനന്ദിക്കുന്നു. പെരിയസ്വാമിയുടെ പുരസ്കാരം അദ്ദേഹത്തിന് കൊടുക്കാൻ ഇടയായതിൽ എൻ്റെ ഭാഗ്യമാണ് എന്ന് വിചാരിച്ച് ഞാനിതിൻ്റെ ബന്ധപ്പെട്ട സംഘാടകരോട് നന്ദി പറയുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം. കോവൈ മണിക്ക് ഇതിനേക്കാൾ മെച്ചപ്പെട്ട സംഭാവനകൾ ചെയ്യുവാൻ ഇടയാകട്ടെ. അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും ഉത്സാഹവും ബാക്കി നിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നമസ്കാരം. தமிழாக்கம். தமிழ் மலையாளம் என்ற 2 மொழிகளுக்கிடையே பெரிய வேறுபாடு இல்லை என்றுதான் நான் சொல்வேன். என்னுடைய உம்மா 5வது வகுப்பு படித்தவர், எதுவும் படித்தவர் அல்ல. ஆனால் சாதாரண பேச்சில் அவருக்கு புரியாத ஏதாவது ஒன்று வந்தால், உன்னுடைய தமிழெல்லாம் எனக்கு புரியவில்லை என்று சொல்லுவார். தமிழ் என்பது புரியாத ஒன்று என்ற அளவிலே பேச்சிலே இருந்திருக்கிறது. அந்த அளவுக்கு தமிழ் நெருக்கமான ஒன்றாக மலையாளத்துக்கு இருக்கிறது. தமிழின் மகளா தங்கையா
மலையாளம் என்ற ஒரு கேள்வி எப்போதுமே விவாதத்தில் இருந்து கொண்டிருக்கிறது. தமிழுக்கும் மலையாளத்துக்கும் பொதுவாக ஒரு இறந்த காலம் மொழி இருந்திருக்கிறது, ஒரு இறந்த காலம் இருந்திருக்கிறது என்பதுதான் ஏஆர் ராஜராஜ வர்மா என்ற முக்கியமான ஆய்வாளருடைய தரப்பு. நான் அதை ஏற்றுக்கொள்ளக்கூடியவன். இந்த விருது கோவை மணிக்கு அல்ல, எனக்குத்தான் என்று நினைக்கிறேன். பணம், பல விருது ஆகியவை அவருக்கு இருந்தாலும் இந்த விருதை அளிக்க ஒரு வழியாக, என்னை அழைத்த வழியாக எனக்கு ஒரு விருது அளிக்கப்பட்டதாகவே நான் எண்ணுகிறேன். ஜெயமோகன் தமிழில் மலையாளியாகவும் மலையாளத்தில் தமிழராகவும் கருதப்படக்கூடியவர். மைக் இருப்பதனால் ரகசியம் பேசுவது எளிது. ஆகவே சொல்கிறேன், தமிழுக்கு மலையாளத்துக்குமான ஒரு தொடர்பாக அவர் இருந்து வருகிறார். அங்கே எழுத்தாளர்களால் அதிகம் விரும்பப்படாதவராகவும் வாசகர்களால் மிகவும் விரும்பப்படுவராகவும் அவர் இருந்து வருகிறார். 100 சிம்மாசனங்கள் போன்ற ஒரு கதை அங்குள்ள தலித் இலக்கியத்தையே மறு விவாதம் செய்வதாக அமைந்தது. மலையாளத்தில் விவாதங்களை தொடர்ந்து உருவாக்கக்கூடியவராக இருக்கிறார். பல ஆண்டுகளுக்கு முன்பு மலையாள கவிதையை பற்றி அவர் எழுதிய ஒரு நீண்ட ஆய்வு கட்டுரை பல மாதங்கள் தொடர்ந்து விவாதிக்கப்பட்டது. இப்போது மஞ்சுமல் பாய்ஸ் வரைக்கும் அந்த விவாதம் தொடர்ந்து கொண்டிருக்கிறது. பஷீரை சந்திக்கும் ஜெயமோகன், பஷீர் நீங்கள் யார் என்று கேட்டபோது, தமிழில் எழுதும் மிகப்பெரிய எழுத்தாளர், தமிழ் மொழியின் மிகப்பெரிய எழுத்தாளர் என்று சொன்னார். பஷீர் என்ன எழுதியிருக்கிறீர்கள் கேட்டதற்கு இனிமேல் தான் எழுத வேண்டும் என்று பதில் சொன்னார். அது ஒரு எழுத்தாளனுடைய அகங்காரம், ஊற்றம் என்று நான் நினைக்கிறேன். பஷீர் அதை சொல்வதற்கு ஒரு துணிவு வேண்டும். ஜெயமோகன் யானையை பற்றி எழுதிய ஒரு கட்டுரையை படித்த பிறகு, நாய் பற்றி எழுதிய ஒரு கட்டுரையை படித்த பிறகு, நான் என்னுடைய தாத்தாவுக்கு இருந்த யானையை பற்றி ஒரு கட்டுரை எழுதுவதாக இருந்தேன், அதை எழுத வேண்டாம் என்று முனைத்தேன். பஸ்ராவிற்கு பேரித்தம்பழம் ஏற்றுமதி செய்யக்கூடாது என்றொரு சொல் எங்கள் வட்டாரத்தில் உண்டு. பஸ்ரா அரேபியாவில் இருக்கக்கூடிய ஒரு ஊர். அதுதான் அந்த நாய் பற்றிய கட்டுரையை படித்த பிறகு யானை பற்றி எழுத வேண்டாம் என்ற முடிவு பண்ணதற்கு காரணம். நான் இங்கே என்னுடைய மொழிக்கு பிரதிநிதியாக வந்து இருந்திருக்கிறேன். அது அழைத்தவருக்கு என்னுடைய மனமார்ந்த நன்றியை தெரிவித்துக் கொள்கிறேன். பெரியசாமி தூரன் அவர்கள் கலைக்களஞ்சிய தயாரிப்பாளர். அவருடைய பேரால் திரு கோவைமணி அவர்களுக்கு வழங்கப்பட்டிருக்கக்கூடிய இந்த விருது மிக முக்கியமானது. நேற்று நான் கவனித்த வரையில் திருக்குறள் பாட சுத்திகரணம், பாட தூய்மை போன்ற பல விஷயங்கள் அவர் ஈடுபட்டு வருகிறார். மலையாளத்தில் தொடர்ந்து இந்த பணி நடந்து வருகிறது. ஆனால் போதுமான அளவுக்கு இது நடந்து வரவில்லை. திரு கோவிந்தன் கர்த்தா ராமச்சரிதம் என்கிற பழமையான நூலின் தூய பிரதியை உருவாக்கும் போது அது தமிழ் மலையாளத்திற்கான மிக அணுக்கமான ஒரு பிரதி என்ற சித்திரம் தெளிந்து வந்தது. அதுபோன்று கோவிந்தன் குட்டி கிராமர் ஆஃப் கம்பராமாயணம் என்ற ஒரு நூலை மலையாளத்தில் எழுதியிருக்கிறார். மலையாளத்திற்கும் தமிழுக்கும் பொதுவாக எம் கோவிந்தன் இருந்தார். கோவிந்தனிலிருந்து தான் சுந்தர ராமசாமி உருவானார். CJ தாமஸ் போன்றவர் அவருக்கு நெருக்கமானவர். JJ சில குறிப்புகள் அதனுடைய தொடர்ச்சி தான். R2 ரவிவர்மா எம் கோவிந்தனுடைய மாணவர். காந்தி ஒரு முறை சொல்லும்போது தாய்மொழி என்பது தாய்ப்பால் போன்றது என்றார். கோவைமணி போன்றவர்கள் செய்து வரக்கூடிய பணி தாய் தன்னுடைய அன்னைக்கான பணி என்றே கருதுகிறேன். தூய பிரதி உருவாக்கம் என்பது சாதாரண வேலை அல்ல. அது மிகவும் மிகவும் சிரமமான ஒரு பணி, ஆனால் மிக இன்றியமையாத ஒன்று. கோழிக்கோடில் துஞ்சன் பரம்பு என்ற இடத்தில் எழுத்தச்சன், அவர் துஞ்சத்து எழுத்தச்சனுக்கு ஒரு நினைவகம் உள்ளது. அங்கே அவருடைய எழுத்தாணி வைக்கப்பட்டுள்ளது. அந்த எழுத்தாணி யானை மேல் வைக்கப்பட்டு ஊர்வலமாக கொண்டு செல்லப்படும். ஒரு கவிஞனுடைய எழுத்தாணிக்கு கிடைக்கக்கூடிய இந்த மரியாதை மிக முக்கியமானது. அதாவது ஒரு தெய்வ உருவத்துக்கு நிகராக அந்த எழுத்தாணி கொண்டு செல்லப்படுகிறது. நேற்று இங்கே கோவைமணி பல எழுத்தாணிகளை காட்டி கொண்டிருந்தார். நான் அப்போது அதைத்தான் நினைத்தேன். ஆனால் அந்த எழுத்தாணியை வழிபடுவதற்கு ஒரு படி மேலானது கவிஞன் எழுதியதை கேட்டு எழுதியவர்கள் பிரதி எடுத்தவர்கள் வேண்டுமென்றே செய்த மாற்றங்கள் ஆகியவற்றை களைந்து ஒரு தூய பிரதியை உருவாக்குவது. மொழி திறன், இலக்கிய திறன், பொது புத்தி ஆகியவற்றுடன் மிக கடுமையான பொறுமையும் தேவைப்படக்கூடிய ஒரு பணி அது ஒரு வகையிலே வரலாற்று ஆய்வு, இன்னொரு வகையில் பண்பாட்டு ஆய்வு, ஆனால் அனைத்தை விட முக்கியமாக உண்மைக்கான ஒரு பாபரும் தேடல். தமிழில் மலையாளத்திலும் சேர்ந்த இந்த பணி மிக முக்கியமானது. அதாவது கோவைமணி அவர்கள் செய்யக்கூடிய இந்த ஆய்வு மலையாளத்திற்கும் பண்பாட்டு ஆய்வில் மிகப்பெரிய பங்களிப்பாக வருங்காலத்தில் மாறக்கூடும். ஸ்ரீராம கவியுடைய ராமச்சரிதம்
இன்று ஒரு தூய பிரதியாக வரும்போது அது ஒரு தமிழ் பிரதியா என்ற ஐயம் வரும் அளவிற்கு அது தெரிந்து வருகிறது. புருஷோத்தமன் நாயர் அவர்கள் மூல பாடம் அல்லது ஆதி பாடம் அல்லது சுத்த பாடம் என்று சொல்லப்படக்கூடிய சுவடிகளிலிருந்து அசல் பிரதிகளை எடுப்பதற்கான ஒரு முன்னோடியாக திகழ்ந்தார். கோழிக்கோடு பல்கலைக்கழகத்தில் 12,000 ஏட்டு பிரதிகள் கொண்ட துஞ்சன் ஸ்மாரக கிரந்தபுரா என்ற அமைப்பு இருக்கிறது. அங்கே பல தமிழ் நூல்கள் இருக்கின்றன. கோவைமணி அவர்கள் இதுவரை அங்கு வரவில்லை என்றால் அங்கு வர வேண்டும் என்று நான் வரவேற்றுக் கொள்கிறேன். ஆசிரியர் மாணவர்களை தூய்மைப்படுத்துபவர், தன்னைத்தானே தூய்மைப்படுத்திக் கொள்பவர் என்று காந்தி சொல்கிறார். த டீச்சர் இஸ் தி டெக்ஸ்ட் என்று அதை சொல்லலாம். ஒரு பிரதியை தூய்மைப்படுத்துவது என்பது அந்த ஆசிரியர் தன்னை தூய்மையான வகையில் முன்வைக்கக்கூடியதுதான். மொழி, இலக்கியம், உணர்வுகள், பண்பாடு ஆகியவற்றில் காலத்தின் வண்டல் படிந்து கொண்டே இருக்கிறது. அந்த வண்டலை தொடர்ந்து நீக்கி மீண்டும் மீண்டும் அதை கூர்த்திட்டி கொண்டிருப்பது ஒரு மாபெரும் பணி. அந்த பணியை செய்யும் கோவைமணி அவர்களுக்கு அனைத்து திராவிடர்களின் சார்பில் என்னுடைய வாழ்த்துக்களை தெரிவித்துக் கொள்கிறேன்.